നമസ്കാരം, ഞാൻ ടീന. ഇന്ന് ഞാൻ ചെയ്യുന്ന റെസിപ്പി ലോബ്സ്റ്റർ മസാല കറിയാണ്. റൈസിൻ്റെ കൂടെ, റൊട്ടിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ലോബ്സ്റ്റർ മസാല. ലോബ്സ്റ്റർ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആ മീറ്റും എടുത്തിട്ടുണ്ട്. ഇത് 2 ലോബ്സ്റ്ററിൻ്റെ മീറ്റാണ്. ലോബ്സ്റ്റർ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഉള്ളി വാടി കിട്ടും. കറിവേപ്പില ഒന്ന് നേരടി ചേർത്ത് കൊടുക്കുക. ഒനിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3 ചെറിയ തക്കാളിക്ക കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. 2 ചെറിയ തക്കാളിക്ക കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വരട്ടിയെടുക്കുക. ടൊമാറ്റോയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, മുളക് പൊടി എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മസാലയെല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ലോബ്സ്റ്റർ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കുരുമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ലോബ്സ്റ്റർ ഇതിനകത്തോട്ട് ചേർത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി 1 ഗ്ലാസ് വെള്ളം ചേർത്ത് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യുക. 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് ചാറോട് കൂടി ഇതുപോലെ മസാല ആക്കി എടുത്തു കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെയും റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു കറിയായിരിക്കും. ലോബ്സ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ലോബ്സ്റ്റർ മസാല കറി. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. ബൈ. ടീന.